ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഒത്തിരി നാളായി ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, ഷോർട്സാണ് അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ചെയ്യുന്നൊരു സിമ്പിളായിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ നമ്മുടെ സ്പെഷ്യൽ സാമ്പാറും പപ്പടമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ കയ്യിലുള്ള എന്ത് വെജിറ്റബിൾ ഉണ്ടെങ്കിലും നമ്മൾ ഇതേ മെത്തേഡിലാണ് ഞാൻ വെക്കാറ് കേട്ടോ കൂടുതലായിട്ടും. ഇന്നത്തെ സാമ്പാറിൽ ഞാൻ സാമ്പാർ പൊടി ചേർക്കുന്നില്ല, കായപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മുളകും മല്ലിയും ഒന്ന് വറുത്ത് ചേർക്കുന്നുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് വേവിച്ചതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം, മഞ്ഞൾപ്പൊടിയും ചേർക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് വെണ്ടക്ക, മുരിങ്ങക്ക, തക്കാളി ഇതെല്ലാം ഒന്ന് എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ ചേർക്കുമ്പോൾ അത് കഷ്ണം ഉടയാണ്ട് കിട്ടുമല്ലോ. അപ്പോൾ കൂടെ 2-3 പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊന്ന് ആയതിനു ശേഷം നമ്മൾ സാമ്പാർ കഷ്ണത്തിലേക്ക് ചേർക്കും കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം കരിയാണ്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കുറച്ച് പാടാം. അപ്പോൾ ഈ വെണ്ടക്കായുടെ വഴുവഴുപ്പൊക്കെ നമുക്ക് മാറിക്കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കഷ്ണമൊക്കെ വെന്ത് ഇവിടെ സെറ്റായിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വെണ്ടക്കായും മുരിങ്ങക്കായും തക്കാളിയും കൂടി ചേർക്കണം കേട്ടോ. ചേർത്തിട്ട് പിന്നെ പുളിവെള്ളം ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ കുറച്ച് മുളകും മല്ലിയും നമ്മളൊന്ന് വറുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. എണ്ണയിലാണ്ടാണ് അത് വറുത്ത് ചേർക്കുന്നത്. അതിനുശേഷം ഇത് നമ്മൾ സാമ്പാറിലേക്ക് ചേർക്കും. പിന്നെ കടുക് താളിക്കണം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ട് കടുകും കുറച്ച് ഉലുവയും വറ്റൽമുളകും കറിവേപ്പില കായം ഇതെല്ലാം നന്നായിട്ട് വറുത്തിട്ട് സാമ്പാറിലേക്ക് ചേർക്കണം കേട്ടോ. എന്നിട്ട് ഉപ്പ് നമ്മൾ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പും ഒരല്പം പഞ്ചസാരയും പിന്നെ ഞാൻ കുറച്ച് കായം കൂടി ചേർത്തിട്ടുണ്ട്. ഇത്തിരി കായത്തിൻ്റെ പോരായുണ്ടായിരുന്നു. കഷ്ണം വേവിക്കുമ്പോൾ ചേർക്കേണ്ടതായിരുന്നു, ഞാനത് വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മളിത് സാമ്പാർ പൊടി ഇല്ലാണ്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പച്ചക്കായം ചേർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ ഈ സാമ്പാറിന്. അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിളായിട്ട് ഞാൻ വയ്ക്കുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ ഇതുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകും കേട്ടോ അതിൻ്റെ ചാറൊക്കെ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ് കേട്ടോ. ഒത്തിരി നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നല്ല ചൂട് ചോറും ഈ സാമ്പാറും കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചോറൊക്കെ വിളമ്പി അടുത്തത് സാമ്പാർ. അപ്പോൾ അതും നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മോൾക്കൊക്കെ സാമ്പാർ വലിയ ഇഷ്ടമാണ് കേട്ടോ. സാമ്പാർ ഫാനാണ്. ഇപ്പോഴും സാമ്പാർ കൊടുത്താൽ വലിയ ഇഷ്ടമാണ്. അപ്പോൾ കൂടെ പൊടിക്കാനായിട്ട് കുറച്ച് പപ്പടം ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ ഈ വീഡിയോ. ബൈ.